ഹായ് ഈറ്റ് ക്ലീൻ ആൻഡ് ഗെറ്റ് ഫിറ്റിൻ്റെ ഇന്നത്തെ വ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് വെയിറ്റ് ലോസ് ഡയറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ വെയിറ്റ് ലോസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടി അതിന് പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗറാണ്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എന്താണ് ആപ്പിൾ സിഡർ വിനീഗർ? നമ്മൾ സാധാരണ കഴിക്കാറുള്ള ആപ്പിളെ ക്രഷ് ചെയ്തെടുത്ത് അതിൻ്റെ ജ്യൂസ് ഈസ്റ്റും ചേർത്ത് ഫെർമെൻറ്റ് ചെയ്തുണ്ടാക്കുന്ന ഒരു ലിക്വിഡാണ് ഈ ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. അത് മാർക്കറ്റിൽ രണ്ട് തരത്തിൽ അവൈലബിൾ ആണ്, ഫിൽറ്റേർഡും അൺഫിൽറ്റേർഡും. നിങ്ങളിപ്പോൾ ഹെൽത്ത് പർപ്പസിനായിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അൺഫിൽറ്റേർഡ് വേണം നോക്കി മേടിക്കാൻ. ഇപ്പോൾ ഈ അൺഫിൽറ്റേർഡ് നോക്കി മേടിക്കുമ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ പുറത്തുണ്ടല്ലോ വിത്ത് ദ മദർ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതെന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അൺഫിൽറ്റേർഡ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത് പേസ്ചറൈസ് ചെയ്യാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒത്തിരി ഗുണങ്ങളുള്ള ബാക്ടീരിയ അതിലുണ്ടാവും. പിന്നെ നിങ്ങൾ അതിൻ്റെ ആ ബോട്ടിൽ നോക്കുവാണെങ്കിൽ തന്നെ അതിലെന്താ പറയുക, ഈ നമ്മൾ കേടായ സാധനങ്ങളൊക്കെ കിടക്കുന്ന പോലെ ചില കീടം കിടക്കുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ പേടിക്കേണ്ട, അത് നല്ലതാണ്. ഇനി ഈ ഡ്രിങ്ക് കുടിച്ചാൽ വണ്ണം കുറയുമെന്നുള്ളത് ഇതൊരു അത്ഭുത വെള്ളമൊന്നുമല്ല, ഇതൊരു മിറാക്കിളൊന്നും നിങ്ങൾക്ക് നടത്താൻ പോകുന്നില്ല. നിങ്ങൾ നന്നായിട്ട് ഡയറ്റ് നോക്കിയിട്ട് നന്നായിട്ട് ഡയറ്റും എക്സസൈസും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഈ ഡ്രിങ്കും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയും. അതിൻ്റെ വണ്ണം കുറയും എന്നുള്ള ഉദ്ദേശിച്ചത് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കൂട്ടും. ഞാൻ ഈ ഡ്രിങ്ക് പണ്ട് പല രീതിയിൽ കഴിച്ചിട്ടുണ്ട്. ഡയറ്റ് നോക്കിയപ്പോഴും കഴിച്ചിട്ടുണ്ട്, ഡയറ്റ് നോക്കാത്തപ്പോഴും കഴിച്ചിട്ടുണ്ട്. ഡയറ്റ് നോക്കിയപ്പോൾ കഴിച്ചപ്പോൾ ആ ഇൻറ്റൻസിറ്റി ഒന്ന് കൂട്ടി. അല്ലാതെ നിങ്ങൾ യാതൊരുവിധ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നോക്കുന്നില്ല, എക്സസൈസും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ഡ്രിങ്ക് മാത്രം രാവിലെ കഴിക്കുന്നതുകൊണ്ട് എന്തായാലും വണ്ണം കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് മിറാക്കിൾസ് ഒന്നും ഈ വാട്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. നിങ്ങൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഡയറ്റ് നോക്കുക, കൂടെ ഇതും കൂടെ കഴിക്കുക. നിങ്ങളുടെ വെയിറ്റ് ലോസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ ഇത് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഞാൻ പണ്ട് ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ എന്താ പറയുക ഗുണങ്ങൾ, അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു വീഡിയോ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിൾ സിഡർ വിനീഗറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഇനി നമുക്കപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മുടെ ഡ്രിങ്കിന് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഏകദേശം ഒരു 1.5 ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ്. നിങ്ങൾ അധികം ചൂടാക്കേണ്ട ഇളം ചൂടുവെള്ളം. പിന്നെ നമ്മുടെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനീഗർ. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം ഇതിൽ എഴുതിയിട്ടുണ്ട് അൺഫിൽറ്റേർഡ് ആപ്പിൾ സിഡർ വിനീഗർ വിത്ത് ദ മദർ എന്നൊക്കെ. നിങ്ങളപ്പോൾ ഇങ്ങനത്തെ നോക്കി വേണേൽ മേടിക്കാൻ. പിന്നെ വേണ്ടത് തേനാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറുവാപ്പട്ട പൊടിച്ചത്, അതായത് സിനമൺ പൗഡർ. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൗഡറായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ കറിക്ക് ചേർക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന ഈ കറുവാപ്പട്ടയില്ലേ, അതെടുത്ത് ആ മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഏതാണോ നിങ്ങൾക്ക് ഈസി അതങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ലെമൺ. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ ആ ഇളം ചൂടുവെള്ളത്തിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഹണി ചേർക്കും. ഒരു ടേബിൾ സ്പൂൺ, ഒരു അര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. ഹണി അതിലൊന്നും കൂടുതൽ ചേർക്കരുത്, ഹെൽത്തിയാന്ന് കരുതി. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഈ തേൻ നല്ല വെള്ളമായിട്ട് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഹാഫ് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലോട്ട് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ സിനമൺ പൗഡറാണ്. ഇത് ഏകദേശം ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഇട്ടാൽ മതിയാവും. ഇനി ഇതിൽ ഈ കറുവാപ്പട്ട പൊടിച്ചത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ സിഡർ വിനീഗർ ചേർക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്താൽ മതിയാവേ. മാക്സിമം ആപ്പിൾ സിഡർ വിനീഗർ നമുക്ക് ഒരു ദിവസം 2 ടേബിൾ സ്പൂൺ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ആപ്പിൾ സിഡർ വിനീഗർ അതിൻ്റെ പേര് പോലെ തന്നെ ഒരു ആസിഡ് ആണല്ലോ. അത് ഹെൽത്തിയാണെന്ന് കരുതി കൂടുതലൊന്നും കഴിച്ചേക്കരുത്. കൂടുതൽ കഴിച്ചാൽ അതിനനുസരിച്ചുള്ള ദൂഷ്യഫലങ്ങളും ഉണ്ടാവും. ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം ആ വെള്ളമായിട്ട് തേനും മറ്റേ കറുവപ്പട്ട പൊടിച്ചതും ആപ്പിൾ സിഡർ വിനീഗറും ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്രപ്പെടുത്ത് പാടൊന്നുമില്ല, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ കഴിക്കാം, അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. എനിക്ക് ചിലപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴുണ്ടല്ലോ നെഞ്ചരിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ കഴിക്കില്ല. രാവിലെ എണീക്കുമ്പോൾ തന്നെ കുറേ വെള്ളം കുടിച്ചിട്ട് ചിലപ്പോൾ ജിമ്മ് കഴിഞ്ഞ് വന്നിട്ടൊക്കെ ആയിരിക്കും കഴിക്കാറ്. അതപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് നോക്കുക, ഇല്ലെങ്കിൽ രാവിലെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ മീൽസിന് മുന്നായിട്ട് കഴിക്കാമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് അപ്പം നമ്മുടെ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ റെസിപ്പി. ഇപ്പം നിങ്ങൾ ഈ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ റെസിപ്പി കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞോണം ഇതിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. നന്നായിട്ട് ഡയറ്റ് ചെയ്യുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, എന്നിട്ട് ഈ ഡ്രിങ്ക് ഇന്ന് രാവിലെ കഴിയുക. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും ഒക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.